വെണ്ടയ്ക്കയുടെ ഒരു മെയിൻ പ്രോബ്ലം ആണല്ലോ അതിൻ്റെ കൊഴുപ്പ്. അപ്പോൾ ഇനി നമുക്ക് കൊഴുപ്പില്ലാതെ ഒരു വെണ്ടയ്ക്കാത്തോരൻ വെച്ചാലും. അതിനായി ഞാൻ 1/2 കിലോ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം തിന്നായി പോകാതെ കുറച്ച് കട്ടിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവോളയും 2 പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വാടുന്ന വരെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു വിടണേ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. തേങ്ങയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, അത്യാവശ്യം പാടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടും കുഴഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയാണ് കേട്ടോ നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഇട്ട് കൊടുത്താൽ അത് ഒന്നുകൂടെ നമുക്കിത് കുഴയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുഴഞ്ഞു പോകാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.